ഗർഭിണികളായ പെണ്ണുങ്ങള് സദാ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നു നോക്കിയട്ടെ. ഗർഭിണികളായ സഹോദരിമാർ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. നിങ്ങളുടെ ശരീരത്തെ ആവാഹിച്ചെടുക്കും ആ ദിക്റും സ്വലാത്തും. നിങ്ങളുടെ പള്ളക്കുള്ള അകത്തുള്ള കുട്ടികളിലേക്ക് ഒരു തരംഗം പോലെ, ഒരു കാന്തിക തരംഗം പോലെ നിങ്ങളുടെ ദിക്റും സ്വലാത്തും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ആ മക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ കുട്ടികൾ ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്നവരായി മാറും. അതുകൊണ്ട് ഗർഭിണികളായ പെണ്ണുങ്ങൾ ഒന്ന് ഇടക്കിടക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ദിക്റും സ്വലാത്തും ചൊല്ലാൻ എന്താ പണി? ആ ജിംകി കമ്മലിന്റെ സമയത്ത് ഇതിങ്ങ് പറഞ്ഞുകൊണ്ട് മതി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ട്, നമുക്ക് എന്തായാലും ഗർഭിണി ആവൂലല്ലോ അല്ലേ? പക്ഷെ അവളുടെ ഉള്ളിലുള്ള വിത്ത് നമ്മളതാണ് എന്ന ബോധം വേണം. ആ വിത്ത് നന്നായാലേ എന്ത് നന്നാവും? മറ്റേത് നന്നാവും. അപ്പൊ ആ വിത്ത് നന്നാകണമെങ്കിൽ നമ്മൾ ആദ്യം നന്നാവണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ആ കുഞ്ഞിന് സഫിയ എന്ന് പേരിട്ട് വളർത്തി, ആറ്റിപ്പോറ്റി വളർത്തി. 16 വയസ്സായി. 16 വയസ്സായി. ഇനി 16 കൊല്ലത്തെ കഥ എന്താന്ന് ചോദിച്ചേക്കല്ല. 16 വയസ്സാകുമ്പോൾ ഒരു മംഗലപ്രായമായി. 16, 17 മംഗലപ്രായമാവുമല്ലോ. 18 വേണം നിങ്ങൾക്ക് ആയിക്കോ, കേസ് നിൽക്കണ്ട. അപ്പൊ ആ പ്രായമായപ്പോ ഒരു ദിവസം ഈ പെണ്ണും ഉപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ? എനിക്ക് കുളിക്കണം. എനിക്ക് കുളിക്കണം. നമ്മളിൽ പലർക്കും തോന്നാത്ത ഒരു സ്വഭാവം. കുളിക്കണം എന്ന് പറഞ്ഞ ഉപ്പ പറഞ്ഞു, 10-16 കൊല്ലായിട്ട് എന്റെ കുട്ടി കുളിച്ചിട്ടില്ലേ, പോയി കുളിച്ചോളൂ, നന്നായിട്ട് കുളിച്ചോളൂ. അല്ലപ്പാ, എനിക്ക് കൊട്ടാരത്തൊന്ന് കുളിക്കണ്ട, എനിക്ക് നാട്ടിന് പുറത്ത് അങ്ങാടിയിലുള്ള ടൗണിലുള്ള കുളത്തിൽ പോയിട്ട് കുളിക്കണം. എന്റെ റബ്ബേ, മൻസൂർ ചക്രവർത്തി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടി സഫിയ, അങ്ങാടിയിലെ കുളത്തിൽ പോയിട്ട് നീ കുളിക്കാൻ പോയാൽ എന്നെ നാട്ടുകാർ കാണൂലേ? അപ്പൊ പറഞ്ഞു, എനിക്ക് അങ്ങാടിയിലെ കുളത്ത് കുളിക്കും വേണോ, നാട്ടുകാരെന്നെ കാണാനും പാടില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, നാട്ടുകാരെ കണ്ണും കൂട്ടിച്ചു വിടാൻ പറ്റുമോ എനിക്ക് നാളെ രാവിലെ? അല്ല, അതല്ല, എനിക്ക് എന്തായാലും കുളിക്കണം. രാജാവ് പറഞ്ഞു, ശരി, ആലോചിക്കട്ടെ, നീ മാറിക്കണം. മന്ത്രിമാരെ വിളിച്ചു, കുറച്ച് മന്ത്രിമാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, എനിക്ക് ആകെ ഒരു പെണ്ണ, ഒറ്റ മോളാണ്, അവളൊരു ആഗ്രഹമാണ് അങ്ങാടിയിലെ കുളത്ത് കുളിക്കൽ. നാട്ടുകാർ കാണാനും പാടില്ല, എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചു. ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് നാളെ ഹർത്താൽ പ്രഖ്യാപിക്കാം.